എവ്രിവൺ, നമസ്കാരം. സൗമ്യസ് ആർട്ട് ഓഫ് കുക്കിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് വെച്ചാൽ ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ്. എന്തായാലും കർക്കിടക മാസമൊക്കെ അല്ലേ, അപ്പോൾ പോഷക സമ്പുഷ്ടമായ ആഹാരങ്ങൾ കഴിക്കണം എന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഒരു പലഹാരമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇവിടെ വരട്ടി എന്നാണ് ഇതിനെ പറയുന്നത്. ചില ഭാഗങ്ങളിൽ അടദോശ എന്നും പറയാറുണ്ട്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ എല്ലാം ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് എടുത്തിരിക്കുന്നത്. പച്ചപ്പട്ടാണി അല്ലെങ്കിൽ ഗ്രീൻ പീസ് 50 ഗ്രാം, 50 ഗ്രാം ചെറുപയർ, 50 ഗ്രാം വെള്ളപ്പയർ അല്ലെങ്കിൽ വൻപയർ, കടലപ്പരിപ്പ് 50 ഗ്രാം, വെള്ളക്കടല അഥവാ ചന്ന 50 ഗ്രാം, ഉലുവ അഥവാ വെന്തയം 2 ടീസ്പൂൺ, ഉഴുന്നപ്പരിപ്പ് 2 ടീസ്പൂൺ, അരി 1 കപ്പ് ടു 3 കപ്പ്, അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. കുരുമുളക് 1 ടീസ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, അതുപോലെ വെളുത്തുള്ളി നമുക്ക് വേണമെങ്കിൽ ചേർക്കാം, അത് 1-2 അല്ലി ചേർത്താൽ മതിയാവും. അതുപോലെ തന്നെ ഡ്രൈഡ് ചില്ലി ഉണക്കമുളക്, ഓക്കെ, ഉണക്കമുളക് ഒരു 1-2 ഉണക്കമുളകും ചേർക്കാം. അതുപോലെ ഗ്രീൻ ചില്ലി പച്ചമുളക് നമുക്കൊരു 2 വരെ ചേർക്കാവുന്നതാണ്. 2-3 ചേർക്കാം നിങ്ങളുടെ എരിവ് അനുസരിച്ച്. ചെറിയ ഉള്ളി 2 to 10 വരെ എടുക്കാം നമുക്ക്. പിന്നെ പെരുങ്കായം അല്ലെങ്കിൽ പാൽക്കായം ഒരു ചെറിയ പീസ്, കറിവേപ്പില ഒരു 2-3 കൊത്ത്, നമുക്ക് എത്ര ഫ്ലേവർ വേണോ അതനുസരിച്ചിട്ട്, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ നമുക്ക് ആ ദോശ പോലെ ഉണ്ടാക്കിയെടുക്കാനുള്ള അത്രയും എണ്ണ വേണം, എണ്ണയോ നെയ്യോ എടുക്കാം നമുക്ക്. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് നെയ്യ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി പറയുന്നത് തികച്ചും ഓപ്ഷണലായിട്ടുള്ളതാണ്. അരമുറി തേങ്ങ, അതായത് ഇത് നമ്മൾ മാവരയ്ക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കണമെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ മല്ലിയില, വരട്ടിയുടെ മാവൊക്കെ അരച്ചതിന് ശേഷം അതിൽ മല്ലിയില മുറിച്ചിട്ടിട്ട് വരട്ടി ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അതിനൊരു ഫ്ലേവർ ഉണ്ടാവും. മാവ് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഏകദേശം 1 ഗ്ലാസ്സേ വേണ്ടി വരുള്ളൂ, കാരണം കുറച്ച് തിക്കായിട്ട് വേണം നമുക്കത് അരച്ചെടുക്കാൻ. അപ്പോൾ വരട്ടി ഇനി എങ്ങനെ ഉണ്ടാക്കേണ്ടെന്നുള്ള പ്രോസസ്സിലേക്ക് കിടക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന പോലത്തെ ഉള്ളൊരു ക്വാണ്ടിറ്റിയാണ്. ഈ ധാന്യങ്ങളും അരിയും എല്ലാം ഞാൻ ഒരു രാത്രി മുഴുവനായിട്ട് കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അരയാതിരിക്കാനും പാടില്ല, ഓക്കെ. പിന്നെ ഇതിലധികം വെള്ളം ചേർക്കാൻ പാടില്ല, നല്ല കട്ടിയായിരിക്കണം. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം, എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ഇത് നമുക്ക് 2 പ്രാവശ്യമായിട്ട് വേണം അരച്ചെടുക്കാൻ, കുറച്ച് ഹെവി ആണല്ലോ. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അരയ്ക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് മൈ പോലെ അരയാൻ പാടില്ല, ഒരു മീഡിയം അരഞ്ഞാൽ മതി. ഇനി ഇതിലേക്ക് വൻപയർ ഇട്ട് കൊടുക്കുക, അതുപോലെ അരി, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന ധാന്യങ്ങളുണ്ടല്ലോ അതിൻ്റെ ഡബിൾ, ഇപ്പോൾ എല്ലാം ഓരോരോ ബൗളോ എടുത്തിരിക്കുന്നെങ്കിൽ വേണമെങ്കിൽ 2 ബൗളോ 3 ബൗളോ വരെയൊക്കെ അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്, എല്ലാം ഈക്വൽ അളവിലെടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിലേക്ക് ഉലുവയും അതുപോലെ തന്നെ ഉഴുന്നും. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില, അതുപോലെ തന്നെ
കുരുമുളക്, കായം, ജീരകം, ഉപ്പ്, പച്ചമുളക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു 1-2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം, നിങ്ങളുടെ എരിവ് അനുസരിച്ച് കേട്ടോ. എൻ്റെ വീട്ടിൽ അമ്മ പച്ചമുളക് കൂടും ഉണക്കമുളക് കൂടും, രണ്ടെണ്ണത്തിൻ്റെയും ഫ്ലേവർ വ്യത്യാസമുണ്ടല്ലോ. ഞാൻ പക്ഷേ എരിവ് കൂടുന്ന വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. വെങ്കായത്തിന് ഞാൻ ജസ്റ്റ്, അതായത് ഉള്ളി ജസ്റ്റ് ഒന്ന് ഞാൻ മുറിച്ച് വെക്കുന്നുണ്ട്. ഇതൊരു 1/4 ഭാഗം അരിഞ്ഞ ശേഷം ഞാൻ ഈ ഉള്ളിയിട്ട് ജസ്റ്റ് ഒന്ന് കറക്കുള്ളൂ കേട്ടോ. ഏകദേശം 1 ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചു കൊടുക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ അരച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഓൾമോസ്റ്റ് 1/4 ഭാഗം അരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒരു കറക്കം കറക്കിയെടുക്കാം, അത്രയും മതി. നമ്മൾ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം അരയ്ക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുക്കാനേ പാടുള്ളൂ. ഉള്ളി അങ്ങനെ നന്നായിട്ട് അരയാൻ പാടില്ല, അതിൻ്റെ ടേസ്റ്റ് പോകും. മാക്സിമം വെള്ളം ചേർക്കാണ്ട് എടുക്കാൻ നോക്കുക. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ വെളുത്തുള്ളി, 2 അല്ലി വെളുത്തുള്ളി ഇട്ട് അരയ്ക്കാം, അതുപോലെ തേങ്ങ ഇട്ട് അരയ്ക്കാം. അപ്പോൾ അതൊക്കെ ഓരോ ടേസ്റ്റാണ് കേട്ടോ. വെളുത്തുള്ളി ഇടുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. അതുപോലെ തേങ്ങയിട്ട് അരയ്ക്കുമ്പോൾ, അതായത് ലാസ്റ്റ് എല്ലാം അരച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് തേങ്ങയിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം, അപ്പോൾ അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കർക്കിടക മാസം എന്നല്ല, നമുക്ക് ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എൻ്റെ വീട്ടിലൊക്കെ അറ്റ്ലീസ്റ്റ് മാസത്തിൽ 1 പ്രാവശ്യമൊക്കെ എങ്കിലും ഉണ്ടാക്കും. ഞാനിതുകൊണ്ട് വളരെ കുറവാണ് ഇങ്ങനെ ഒഴിച്ചെടുക്കുന്നത്. ഒരുപാട് വെള്ളം പോലെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ദോശ പോലെ ആവും. പിന്നെ അത് വരട്ടി നിന്ന് കുറച്ച് കട്ടി ഉണ്ടാവണം നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത്. ഞാനിത്ര ഈ വലിയ പാത്രത്തിലേക്ക് മാറ്റട്ടെ. ഇത് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് കണ്ടോ, ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത്. കണ്ടോ, ഇങ്ങനെ ആയിരിക്കണം, ഒരുപാട് വെള്ളം പോലെ ആവാൻ പാടില്ല. ഇത് കണ്ടോ, ഇങ്ങനെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കിയെടുക്കാം. ആദ്യം കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ദോശ പോലെ പരത്തി കൊടുക്കാൻ പറ്റില്ല. ഇത് കുറച്ച് കട്ടിയായിട്ട് വേണം പരത്തിയെടുക്കാൻ. നമുക്ക് ഏറ്റവും ബെസ്റ്റ് നല്ലെണ്ണയാണ്. നല്ലെണ്ണ ഇപ്പം ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം. ഒരുപാട് കട്ടിയല്ല, എന്നാൽ വേവാൻ പറ്റുന്ന രീതിക്ക് കട്ടി. ഇതുണ്ടോ, ഇത്രയും കട്ടി. മെയിൻലി ഈ സൈഡൊക്കെയാണ് കുറച്ച് കട്ടി കൂടിയിരിക്കുക, അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഒരു ഭാഗം വെന്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. ഇവിടെ കണ്ടോ, ഇവിടെ കുറച്ച് ഡ്രൈ ആയിക്കുന്നുണ്ടോ, അതുപോലെ ഇവിടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് കണ്ടോ, ഇപ്പം തന്നെ കളറിലൊരു വ്യത്യാസം കണ്ടോ, ഇവിടെ വൈറ്റ് കളറും ഇവിടെ യെല്ലോ കളറും കണ്ടോ. അപ്പോൾ ഇവിടെയും ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയാൽ നമുക്ക് മറിച്ചിടാം. കരിയാൻ നിൽക്കണ്ട. ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം കൂടെ വെച്ചിട്ട് നല്ലോണം എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് മുരിച്ചെടുക്കാൻ പറ്റും കേട്ടോ.
അതും നല്ല ടേസ്റ്റാണ്. വരട്ടിയുടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗാർലിക് ചട്നി നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ പഞ്ചസാര കൂട്ടി കഴിക്കാം. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്മുടെ ഫേവറേറ്റ് കോമ്പിനേഷൻ എന്താണെന്ന് വെച്ചാൽ പൈനിയിൽ നിന്ന് കിട്ടുന്ന പഞ്ചാമൃതമില്ലേ, അതും ഈ അടദോശയും. അവിടുന്ന് പഞ്ചാമൃതം വാങ്ങിച്ചുകൊണ്ട് വന്നാൽ പിറ്റേ ദിവസം വീട്ടിൽ അടദോശയാണ് ഉണ്ടാക്കാറ് അമ്മ. അപ്പോൾ അത് നല്ല കോമ്പിനേഷനാണ്. പിന്നെ നമ്മുടെ ദേവൂസ് കഫേ പറയുന്ന യൂട്യൂബ് ചാനലിലെ ചേച്ചിയില്ലേ, അപ്പോൾ അവരെനിക്ക് പറഞ്ഞൊരു ബെസ്റ്റ് കോമ്പിനേഷൻ ഉണ്ട്. അതായത് പൊടിയില്ലേ, നമ്മൾ എണ്ണപ്പൊടി, ഇഡ്ലിപ്പൊടി എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ കൂടെ പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് നല്ല കോമ്പിനേഷനാണത്രേ. ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല, ഇന്നലെ പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മളെപ്പോഴും വരട്ടി ധൃതി കാണിച്ച് മറിച്ചിടാൻ പാടില്ല കേട്ടോ. എന്താണെന്നറിയോ, പിന്നെ ഉള്ളൊന്നും വേവില്ല. അപ്പോൾ അത്യാവശ്യം വേവണ രീതിയിൽ കുറച്ച് നേരം വെച്ച ശേഷം മാത്രം മറിച്ചിടുക. കരിക്കണ്ട, പക്ഷേ കുറച്ച് ടൈം എടുക്കും. നമ്മൾ സാധാരണ ദോശയിൽ നിന്നും കുറച്ചും കൂടി ടൈം എടുക്കും അടദോശ ആയി കിട്ടാൻ. അപ്പോൾ ഇതുണ്ടാക്കാൻ എന്ത് എളുപ്പമാണല്ലേ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഈ ഒരു കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട ഒരു ഡിഷ് തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്നെ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ. അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. നമ്മുടെ കർക്കിടകം വ്ളോഗ് കുറച്ച് ലേറ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കറിയാം, കർക്കിടക മാസം 5-ാം തീയതിയാണെന്ന് എനിക്കറിയാം. കുറച്ച് ലേറ്റായി പോയി. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് വ്ളോഗാണ്. നമ്മൾ കർക്കിടക മാസം കംപ്ലീറ്റ് ആയിട്ട് ഓരോരോ പുതിയ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കാണാൻ മറക്കരുത്. ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ മറന്നുപോയ റെസിപ്പീസും അതുപോലെ തന്നെ കർക്കിടക കഞ്ഞി പോലുള്ള റെസിപ്പീസ്, അങ്ങനെ കുറേ വ്ളോഗ്സ് ഉണ്ട്. കോഴിമരുന്ന്, അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഡിഷസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും മിസ് ചെയ്യാണ്ട് കാണുക. അറ്റ്ലീസ്റ്റ് കർക്കിടക വ്ളോഗ്സ് കംപ്ലീറ്റ് ആയിട്ട് മിസ് ചെയ്യാണ്ട് കാണുക കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവുന്ന കുറേ റെസിപ്പീസാണ്. മാത്രമല്ല ഇപ്പോൾ കൊറോണയും സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പ്രതിരോധ ശക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കാണുക മാത്രമല്ല, ഉണ്ടാക്കി നോക്കുക. ഇന്നേക്ക് ഞാൻ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് ജിഞ്ചർ ചട്നിയാണ്. അത് ഓൾറെഡി ഞാൻ ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. എനിക്ക് എല്ലാവർക്കുമായിട്ട് ഞാൻ സ്നേഹപൂർവ്വം സെർവ് ചെയ്യുന്നു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളൊക്കെ കൊറോണയെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ മാസങ്ങൾക്കും വേണ്ട ശക്തിയും ദേഹപ്രതിരോധ ശക്തിയും നമ്മൾ ഈ മാസം കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നാളെ ഒരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.